ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ ഇൻഷാ അല്ലാഹ് ഒരല്പസമയം ചില ചരിത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ലോകത്ത് പ്രശസ്തരും പ്രഗത്ഭരുമായ ഒരുപാട് ആളുകളെ നമുക്കറിയാം. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് കായിക രംഗങ്ങളിൽ അറിയപ്പെടുന്ന എത്രയോ വ്യക്തികളെ നമ്മളെല്ലാവരും കേട്ടവരാണ്, അറിഞ്ഞവരാണ്. അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ, അതിൽ തിളങ്ങി നിൽക്കുന്ന താരങ്ങളെയും നമുക്ക് പരിചയമുണ്ട്, നമുക്കറിയാം. ഇങ്ങനെ അറിയപ്പെടുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. വ്യത്യസ്തങ്ങളായ തരത്തിലും രൂപത്തിലുമാണ് അവരെ നമുക്കിന്ന് പരിചയമുള്ളത്. ചിലപ്പോൾ ചിലരൊക്കെ ഒരു പന്ത് കാലിൽ കിട്ടിയാൽ എതിർ ടീമിൻ്റെ പോസ്റ്റ് കുലുക്കാൻ നല്ല കഴിവുള്ള ആളുകളായിരിക്കും. ചില ആളുകൾ അഭിനയ രംഗത്ത് മികവ് പ്രകടിപ്പിച്ച ആളുകളായിരിക്കും. എനിക്കത് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അങ്ങനെയുള്ള ആളുകളെ അവരുടെ എല്ലാ വിഷയത്തിലും നമുക്ക് മാതൃകയാക്കാൻ കഴിയുമോ എന്നതാണ്. ഒരു കായിക താരത്തെ നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വ്ളോഗറെ നമ്മൾ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു യൂട്യൂബറെ നമ്മൾ എടുക്കുകയാണ്, അറിയപ്പെടുന്ന ആളാണ്. അവരെ നമുക്ക് എല്ലാ വിഷയത്തിലും മാതൃകയാക്കാൻ വേണ്ടി കഴിയുമോ? ചിലപ്പോൾ ഫുട്ബോളിൽ, ചിലപ്പോൾ കളിയിലൊന്ന് മാതൃകയാക്കാം, അല്ലേ? ചിലപ്പോൾ അവർ അഭിനയിക്കായിരിക്കും. നല്ല കുട്ടിയായി, നല്ല പിതാവായി, നല്ല ഭാര്യയായി, നല്ല ഭർത്താവായി, നല്ല മാതാപിതാക്കളായി അവരഭിനയിക്കായിരിക്കും. ചിലപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുമെങ്കിലും അവരുടെ പേഴ്സണൽ ജീവിതം നമുക്ക് ഒരിക്കലും മാതൃകയാക്കാൻ കഴിയില്ല. ഒരു അറിയപ്പെടുന്ന കളിക്കാറുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല, എന്നാലും 3-4 മക്കളുണ്ട്. അപ്പോൾ അയാളെ നമുക്ക് ആ വിഷയത്തിന് മാതൃകയാക്കാൻ പറ്റുമോ? ആൾക്ക് വിവാഹം ആവശ്യമുള്ള കുറേ പ്രേമങ്ങളുണ്ട്, പറ്റുമോ? നല്ല കളിക്കാരനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കെല്ലാ വിഷയത്തിലും മാതൃകയാക്കാൻ കഴിയുന്ന ചില ആളുകളെ കുറിച്ചാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബികൾ, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയവരെന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, സ്വഹാബത്തിൽ എത്ര വിഭാഗമുണ്ട്? ആരാ പറയാം? സ്വഹാബത്തിൽ എത്ര വിഭാഗം ആളുകളുണ്ട്? 7. പിന്നെ നമ്മളിങ്ങനെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? മക്കത്തുനിന്ന് പോയ ആൾക്കാർ, മദീനയിൽ അവരെ സ്വീകരിച്ച ആളുകൾ. ഈ മക്കത്തുനിന്ന് പോയ ആൾക്കാർ നമ്മളെന്താ പറയാം? മുഹാജിറുകളെന്ന് പറയും. മദീനയിൽ അവരെ സ്വീകരിച്ച ആളുകൾക്ക് നമ്മളെന്താ പറയും? അൻസ്വാറുകൾ, സഹായികൾ എന്ന് പറയും. ഇതല്ലാത്ത ചില സ്വഹാബികൾ കൂടിയുണ്ട്. താബികൾ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിൻ്റെ ശേഷം ജീവിച്ച ആളുകൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സ്വഹാബത്ത് നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ വിഷയത്തിലും നല്ല മാതൃക കാണിച്ചു തന്നവരാണ്. കാരണം അവരുടെ അധ്യാപകൻ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞത് അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ. ഇസ്ലാമിലേക്ക് മുന്നേ ഗമിച്ച് കുതിച്ച് എത്തിയ ആളുകൾ, മുഹാജിറുകൾ, അൻസ്വാറുകൾ.
അവരെ നന്മയിൽ പിന്തുടരുന്ന ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഒരു നിർബന്ധമായ കാര്യമാണ് ആരാണ് ഈ മുഹാജിറുകൾ, ആരാണ് ഈ അൻസാറുകൾ, ആരാണ് ഈ സ്വഹാബികൾ എന്ന് പഠിക്കുക എന്നുള്ളത്. ഞങ്ങളോട് ചോദിക്കുകയാണ്, ഒരു 10 കളിക്കാരൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടൂലേ? കിട്ടോ? ഒരു 10 വ്ളോഗറിൻ്റെ പേര് പറഞ്ഞാൽ കിട്ടും? എന്നാൽ 10 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആളുകളുണ്ട്. നമുക്കൊന്ന് എണ്ണി നോക്കല്ലേ? റെഡിയല്ലേ? 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, 3 ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 4 5 എന്ന് ഞാൻ പറഞ്ഞാലേ ചിലവരൊക്കെ സൗണ്ട് ഇങ്ങനെ മെല്ലെ കുറയും, ഞാൻ പറയണില്ല. ചിലവർക്ക് അറിയുള്ളൂ. അവർ 10 ആളുടെ പേര് നമ്മോട് പറയാൻ പറഞ്ഞാൽ തന്നെ നമ്മൾ ചിലപ്പോൾ 4 ആളുടെ പേരൊക്കെ നമ്മൾ ഉഷാറിലെണ്ണും. ഞാൻ ബാക്കി നിങ്ങളോട് എണ്ണിക്കല്ലോ കേട്ടോ, ഞാൻ നിങ്ങൾ ഇടങ്ങാറാക്കണില്ല, നമുക്കറിയാം, എന്നാലും വേണ്ട. അപ്പോൾ ബാക്കിയുള്ളവരുടെ പേര് നമ്മളോട് പറയാൻ പറഞ്ഞാൽ നമുക്കത് അറിയില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, കഴിഞ്ഞ ഒരു ഫിഫ വേൾഡ് കപ്പിൽ അവസാനം കളിച്ച ടീം ഏതായിരുന്നു വെച്ചാൽ നമുക്കറിയാം അല്ലേ? ആർക്കാണ് കപ്പ് കിട്ടിയത് വെച്ചാൽ നമുക്കറിയാം. ആ കപ്പേറ്റ് ഏത് ഡ്രസ്സിലിട്ടാണ് മൂപ്പരോട് പൊന്തിച്ച് നിന്നത് എന്ന് ചോദിച്ചാലും നമുക്കറിയാം അല്ലേ? ഗോളി ആരായിരുന്നു വെച്ചാൽ നമുക്കറിയില്ലേ? ഗോളി ആരായിരുന്നു വെച്ചാൽ അല്ലേ? ഇവരുടെ പേരൊക്കെ നമുക്കറിയാം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ബദർ യുദ്ധം ചെയ്ത ആളുകളുണ്ട്. 3 ആളുകളാണ് മുന്നിലേക്ക് നിന്നത്. 3 ആളുകൾ മുന്നിലേക്ക് നിന്നു. നമ്മൾ ഈ ഫോർവേഡ് എന്നൊക്കെ പറയണ പോലെ 3 ആൾക്കാർ മുന്നിൽ നിന്നു. ആ 3 ആൾക്കാരെ പേരറിയുന്ന ആൾക്കാരുണ്ടോ ഇവിടെ? ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. പിന്നെ ആരായിരുന്നു? 3 ആളുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. പിന്നെ അല്ല അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ല. അടിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് വീഴാണെങ്കിൽ വീണോട്ട് വെച്ചിട്ട് ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് വെച്ചാൽ നമുക്ക് ഈ സ്വഹാബികളെ പരിചയം അങ്ങനെയാണ്. എപ്പോഴെങ്കിലൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ കേട്ടു എന്നതല്ലാതെ നമ്മൾ അവരെക്കുറിച്ച് വായിക്കാറില്ല, അറിയാറില്ല. അവരെക്കുറിച്ച് അവരുടെ ചരിത്രം നമ്മൾ വായിക്കാൻ ശ്രമിക്കാറില്ല. ഞാൻ ചോദിക്കട്ടെ, ആടുജീവിതം വായിച്ച ആൾക്കാരോടുണ്ടോ? ആടുജീവിതം സിനിമ ഉണ്ടല്ലോ കേട്ടോ, വായിച്ച ആൾക്കാരുണ്ടോ? പുസ്തകം വായിച്ച ആൾക്കാർ ഉണ്ടോ? ഇല്ല. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, വളരെ വിലപ്പെട്ടൊരു സാധനം കയ്യിൽ കിട്ടിയാൽ നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടുനടക്കുക? സൂക്ഷിച്ചു കൊണ്ടുനടക്കും. കേട് വരരുത് നമ്മൾ ആഗ്രഹിക്കും. അതിൻ്റെ എല്ലാ വശങ്ങളും നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കും അല്ലേ? ഒരു പുതിയൊരു ഫോൺ നമ്മളെ കയ്യിൽ കിട്ടി വിചാരിക്കുക, ആ ഫോണിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും അന്വേഷിക്കും. ബാറ്ററി എത്ര മണിക്കൂർ നിൽക്കും, എത്ര മണിക്കൂർ ചാർജ് ചെയ്യണം അല്ലേ, എത്ര സിം ഇടാൻ പറ്റും, ആ സിം നാനോ സിമ്മാണോ, ഈ സിം ഇടാതെ നമ്പർ ചേർക്കാൻ പറ്റുന്നതാണോ, ഇതൊക്കെ നമ്മൾ ഗവേഷണം ചെയ്ത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളുകളാണ്. ഇത് നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ ജീവിതത്തിൽ എന്നും നമ്മൾ ഈ സ്വഭാവത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തണേ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. മനസ്സിലാണ്ടോ? ഏതാ പ്രാർത്ഥന? ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നാണ്. നേരായ ചൊവ്വായ പാതയിലേക്ക് തന്നെ നയിക്കണേ എന്ന് പറയുമ്പോൾ ഏതാണ് ഈ സിറാത്തുൽ മുസ്തഖീം? മിനൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇങ്ങനെ ജീവിച്ച് കഴിഞ്ഞു പോയ ആളുകൾ നമ്മുടെ മുന്നേ അവരെന്ത് ചെയ്തിട്ടുണ്ട്? യാത്ര പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പ്രത്യേകത, അവരുടെ മഹത്വം നമ്മൾ അറിയണം. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും സ്വർഗ്ഗമുണ്ടെന്നാണ്. നമുക്കെല്ലാവർക്കും സ്വർഗ്ഗം ഉറപ്പുണ്ടോ? ഇല്ല. കുല്ലം വഅദല്ലാഹുൽ ഹുസ്ന എന്നാണ് അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർക്കെല്ലാവർക്കും സ്വർഗ്ഗം ഉറപ്പുണ്ട്. ഇനി ആ സ്വഹാബത്തിന് ഈ സ്വർഗ്ഗം ഉറപ്പ് കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് അള്ളാഹു ആയിരുന്നു. രണ്ടാമത്തത്, അവർക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. മൂന്നാമത്തത്, അവർ ഈ ജീവിതത്തേക്കാൾ ഇഷ്ടപ്പെട്ടത് പരലോകത്തെ ജീവിതത്തെയായിരുന്നു. അപ്പം 3 കാര്യം ഞാൻ പറഞ്ഞത്. സ്വഹാബികൾ എങ്ങനെ ജീവിച്ചു വെച്ചാൽ ഈ ദുനിയാവിൽ അവർക്ക് ഏറ്റവും ഇഷ്ടം ആരെയായിരുന്നു?
അല്ലാഹു സുബ്ഹാനഹു വ തആലയായിരുന്നു. രണ്ടാമത്തതോ, അവർ ജീവിതത്തിൽ മൊത്തം എങ്ങനെ ജീവിച്ചു എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് പിൻപറ്റിക്കൊണ്ടാണ് അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. മൂന്നാമത്, ഈ ലോകത്തെ എല്ലാറ്റിനേക്കാളും അവർ ഏറ്റവും ആഗ്രഹത്തോടു കൂടി കണ്ടത് സ്വർഗത്തിലെയും പരലോകത്തെയും അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. ഖാലിദ് ബിൻ സഈദ് കേട്ടിട്ടുണ്ടോ? ഖാലിദ് ബിൻ സഈദ്, ഖാലിദ് ബിൻ വലീദ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുന്നേ ഒരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം എന്നറിയോ? അദ്ദേഹം ഒരു മലയുടെ മുകളിൽ നിൽക്കാൻ. ആ മലയുടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ആരോ അദ്ദേഹത്തെ പിറകിൽ നിന്ന് വന്നിട്ട് ഒറ്റ ഉന്താണ്. അപ്പോൾ അദ്ദേഹം താഴത്തേക്ക് വീഴാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് നല്ല തീയ കാണുന്നത്. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ തള്ളിയിട്ട അല്ലെങ്കിൽ ഉന്തിയിട്ട ഈ ആളുണ്ടല്ലോ, അത് സ്വന്തം വാപ്പയാണ്. അദ്ദേഹം ഇങ്ങനെ ആ തീയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അരക്കെട്ടിലൂടെ ഒരു പിടുത്തം വരുന്നത്. അദ്ദേഹത്തെ രക്ഷിച്ചു. അദ്ദേഹം അത് നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ഈ സ്വപ്നം കാണുന്നത്. ഇദ്ദേഹം രാവിലെ ഈ സ്വപ്നത്തിൽ എന്തോ ഉണ്ട്, ഒന്ന് അന്വേഷിക്കണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, രാവിലെ തന്നെ യാത്ര തിരിക്കുകയാണ്. വഴിയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, അബൂബക്കർ, ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ വ്യാഖ്യാനം എന്താണ്, എന്താണ് ഇതിൻ്റെ വിശദീകരണം എന്നറിയാൻ ആഗ്രഹമുണ്ട്. അബൂബക്കർ സിദ്ദീഖ് അള്ളാഹു പറഞ്ഞു, ഇത് എന്തത്ര ആലോചിക്കാനുള്ളത്? കാരണം താങ്കളുടെ ഉപ്പയുടെ ആദർശം സ്വീകരിച്ച് ഇസ്ലാം പിൻപറ്റാതെ അങ്ങനെ പോയാൽ ആ ഉപ്പ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കുന്നത് എങ്ങോട്ടാണ്? തീയിലേക്കാണ്, നരകത്തിലേക്കാണ്. ആ നരകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാണ് ആ പ്രവാചകൻ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് എത്തിയിട്ട് ഇസ്ലാം സ്വീകരിച്ചു. ഇനി എന്താ അറിയോ, ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത് ക്രൂരനായ പിതാവ് അറിയാൻ. എന്തായിരിക്കും? വീട്ടിലേക്ക് എത്തിയാൽ നമ്മുടെ ഭാഷയിൽ ഡാർക്ക് സീനാണ് അല്ലേ? സീന് ഡാർക്കാണ്. എന്താ സംഭവം പറയില്ല നമ്മൾ? അതാണ് അവിടെ ഉണ്ടാകുക. പിതാവ് വീടിൻ്റെ വാതിൽ ഇങ്ങനെ കാത്തിക്കണാരെ? ഖാലിദ് ബിൻ വലീദാണോ? സഈദ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ആ പിതാവ് മകനെ കാത്തുനിന്നിട്ട് മോനോട് ചോദിക്കുകയാണ്, മോൻ എവിടേക്കാണ് പോയത്? മകൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ഉപ്പ, ഞാൻ ഇസ്ലാം സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉപ്പ പറഞ്ഞു, എങ്കിൽ ഇനി ഈ വീട്ടിലേക്ക് എന്തില്ല, പ്രവേശനമല്ല, നിനക്കിനി ഇവിടുന്ന് ഭക്ഷണമല്ല, ഒരു വസ്ത്രം പോലും ഞാൻ തരില്ല. എന്നിട്ട് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. നമ്മളാലോചിക്ക്, നമ്മളാണെങ്കിൽ എന്താ പറയുക, ഉപ്പ അങ്ങനൊന്നും പറയില്ല, എന്തപ്പത് അല്ലേ? ചോറ് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കാനും സാറേ, ഞാനിപ്പോൾ എങ്ങോട്ടാ പോവുക, അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് വരാം എന്നല്ല പറഞ്ഞത്. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു പിതാവിനോട് പറയാണ്, അല്ലാഹു ഖൈറുർ റാസിഖീൻ. എന്നർത്ഥം എന്നറിയോ? ഉപജീവനം നൽകുന്നവനിൽ അള്ളാഹുവാണ് ഏറ്റവും ഉത്തമനെന്നാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം വീട് വിട്ട് ഇറങ്ങി. എന്തേ കാരണം? അദ്ദേഹത്തിന് ഏറ്റവും ജീവിതത്തിൽ വലുത് അള്ളാഹുവായിരുന്നു. ഇതാണ് സ്വഭാവത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ജീവിതത്തിൽ പല ഇഷ്ടങ്ങളും നമുക്കുണ്ട്, പല താല്പര്യങ്ങളും നമുക്കുണ്ട്. പലരും എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, ഇത് കാണുന്ന റബ്ബിൻ്റെ മുന്നിൽ, ഇത് കേൾക്കുന്ന റബ്ബിൻ്റെ മുന്നിൽ, ഇതറിയുന്ന റബ്ബിൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെയായിരിക്കും? ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഉപ്പനോട് പറയാണ്, ഉപ്പ, അള്ളാഹുവാണ് ഉപജീവനം നൽകുന്നവൻ ഏറ്റവും ഉത്തമൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വീട് വിട്ടിറങ്ങിയിട്ട് തെരുവിലേക്ക് പോകേണ്ടി വന്നു. അതാണ് സ്വഭാവത്തിൻ്റെ പ്രത്യേകത. അവർക്ക് ഭൗതികമായിട്ട് ഈ ലോകത്ത് എന്ത് നഷ്ടപ്പെട്ടാലും ഒരു പേടിയില്ല. ഇപ്പം മദീനത്തെ പള്ളി അറിയില്ലേ, മസ്ജിദുൻ നബവി, 23 മീറ്ററാണ് അതിൻ്റെ നീളം. 23 മീറ്ററാണ് നീളം. ഒരു 3 സൊഫാണ് എന്തുള്ളത്, മേൽക്കൂരുള്ളത്.
മേൽക്കൂര പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്താ മേൽക്കൂര? നമ്മളീ വാർപ്പ് എന്ന് പറഞ്ഞാൽ റൂഫ് അല്ലേ, അങ്ങനെ പറയാം. അത് 3 സൊഫ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഹൈറ്റ് എത്രയെന്ന് നിങ്ങൾ? ആ പള്ളിയുടെ ഹൈറ്റ്, കൗമാരത്തിലെത്തിയ ഒരു കുട്ടി, നമ്മളിപ്പോൾ കൗമാരക്കാരാണ്, നമ്മളല്ല, നിങ്ങൾ കൗമാരക്കാരാണ് അല്ലേ, കൈ ഉയർത്തിയാൽ എവിടെ തട്ടും? മുകളിൽ തട്ടും. അപ്പോൾ ചെറിയ ഹൈറ്റാണ്. ഈ പള്ളിയിൽ ഡെയിലി വന്നിരിക്കുന്ന ഒരാളുണ്ട്. ആരെന്നറിയോ? ജുലൈബി റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജുലൈബി. ഇദ്ദേഹം നല്ല സൗന്ദര്യമുള്ള ആളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പുറകിലൊരു കൂനുണ്ട്, തടിച്ച ചുണ്ടാണ്, ചുരുണ്ട മുടിയാണ്, കണ്ടാൽ തന്നെ ആൾക്കാർ അയ്യേ എന്ന് പറയും. അപ്പോൾ ഈ ജുലൈബി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ജുലൈബി എന്നും ഇങ്ങനെ പള്ളിയിൽ വന്നിരുന്നാൽ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? എന്തുകൊണ്ടേ കല്യാണം കഴിക്കണ്ടേന്ന് ജുലൈബി റളിയല്ലാഹു അൻഹു ചോദിക്കണേ, നബി എന്നെ കളിയാക്കണോ? കനക്കാരെ പെണ്ണുതരാ, ഇദ്ദേഹത്തിന് വീടില്ല, ജോലിയില്ല, തറവാടിത്തല്ല, ഒന്നുമില്ല. ആകെന്താ പണി? പള്ളിയിൽ വന്ന് ഇബാദത്തൊക്കെ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ പോവുക. അദ്ദേഹം ചോദിക്കണേ, നബി എന്നെ കളിയാക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല, ഇന്ന നാട്ടിൽ ഇന്നൊരു സ്ഥലത്ത് ചെന്നിട്ട് കല്യാണം ആലോചിച്ചാൽ മതി, ഞാൻ പറഞ്ഞിട്ടാണ് വന്നത് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? പെണ്ണിനെ കിട്ടുമെന്നാണ്. ജുലൈബി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലേ തറവാടിത്തമുള്ള ആ കുടുംബത്തിൽ നിനക്ക് കിട്ടും, സൗന്ദര്യമുള്ള ആ പെണ്ണിനെ എനിക്ക് കിട്ടും? റസൂൽ പറഞ്ഞു, പോയോക്ക്. അദ്ദേഹം ചെന്നു. പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടാണ് വന്നതെന്ന് കേട്ടപ്പോൾ നല്ല സ്വീകരണം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. വന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആരെ? എൻ്റെ മോൾ, നിങ്ങളെ മോളെ അല്ലേ. അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു, ദേഷ്യം വന്നു. അപ്പോൾ ജുലൈബി റളിയല്ലാഹു അൻഹുവിന് പെണ്ണില്ല എന്നാണ് അവിടുത്തെ തീരുമാനം. പക്ഷേ മഹദിയായ ജാരിയ റളിയല്ലാഹു അൻഹ പുറത്തേക്ക് വന്നിട്ട് പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിട്ട വ്യക്തിയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ കല്യാണത്തിൽ നമുക്ക് എന്തൊക്കെ സ്വപ്നം ഉണ്ടാവും അല്ലേ? കുറേ സ്വപ്നമല്ലേ നമുക്ക്? ഇപ്പോൾ കാണാനല്ല കേട്ടോ, കുറച്ച് കാലം കഴിഞ്ഞിട്ട് അല്ലേ, എന്തൊക്കെ സ്വപ്നം നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവും. എന്നാൽ ആ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിവെച്ചു. എന്തിനെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ അവിടെ നിന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുക, സ്വഭാവത്തിൻ്റെ പ്രത്യേകത, പ്രവാചകൻ്റെ ഒരു വാക്ക് അത് വന്നിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളോട് പറയാണ്, നമ്മളെ മുടി അതിങ്ങനെ വെട്ടാൻ പാടുള്ളൂ എന്ന് നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ഇഷ്ടത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? നിങ്ങൾ പറയും. നമ്മുടെ പാൻറ് അതിങ്ങനെ ആകാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിപ്പോൾ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളപ്പൊക്കമാണ്, പ്രളയമാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കളിയാക്കൂലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഒരു പെൺകുട്ടി അവളുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയൊക്കെ എന്ത് ചെയ്യണം? മറക്കണം അല്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇനി മുഖം മറക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നിങ്ങൾ ആലോചിക്കേ, അവ ഒരു പെണ്ണിവിടെ മുട്ടേക്ക് അങ്ങനെ കാണിച്ചിട്ട് അല്ലേ, അത് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് ഈ 2 മീറ്റർ ഉമ്മ തട്ടം മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ചുറ്റി അവസാനം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡെഡ് ബോഡി വരുന്ന പോലെയാണ് പുറത്തേക്ക് വരിക ഈ സാധനം അല്ലേ. എന്നിട്ടോ ഈ കഴുത്ത് കാണുന്നുണ്ടാവും, പെരടിയും പുറമൊക്കെ കാണുന്നുണ്ടാവും. അത് പറ്റുമോ? ചുണ്ടൊക്കെ ചോപ്പിച്ച് പുട്ടിയൊക്കെ അടിച്ച് നല്ല രൂപത്തിലാ അല്ല. അപ്പം നമ്മോട് എന്ത് പറഞ്ഞിട്ടുണ്ടോ അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാക്കണം. ഈ ഉഹുദ് യുദ്ധം കേട്ടില്ലേ നിങ്ങൾ? ഉഹുദ് യുദ്ധം. ആ ഉഹുദിൽ എത്ര ആൾ മരിച്ചിട്ടുണ്ട്? സ്വഹാബികളുടെ കൂട്ടത്തിൽ 70 ആളുകൾ മരിച്ചിട്ടുണ്ട്. ബദറിലോ 14 ആൾ മരിച്ചിട്ടുണ്ട്. ഈ ഉഹുദ് യുദ്ധത്തിൽ 69 ആളുകളുടെ ശരീരം ചിത്രവധം നടത്തിയിട്ടുണ്ട്. കഷ്ണാക്കിയിട്ട് വേർതിരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ശരീരം മാത്രമാണ് ചിത്രവധം നടത്താത്തത്. ആരെന്നറിയോ? അല്ല 70 ആള് രക്തസാക്ഷിയായിട്ടുണ്ട് അല്ലേ. 69 ആളുകളുടെയും ശരീരം ചിത്രവധം നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ശരീരം വെട്ടി വികൃതാക്കിയിട്ടുണ്ട്.
ഒരു വ്യക്തിയുടെ ശരീരം മാത്രമാണ് എന്ത് ചെയ്യാത്തത്, ഇതേപോലെ വികൃതാക്കാത്തത്. അതാരാന്നറിയോ? മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ച ഒരാളുണ്ട്. ആരാ? കേട്ടില്ലേ നിങ്ങൾ? മലക്കുകൾ മയ്യത്ത് കുളിപ്പിച്ചൊരു സ്വഹാബി. പറഞ്ഞോളേ. നമ്മൾ മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് എന്ത് വിളിച്ചു വരാം. അല്ല, അങ്ങനെ തന്നെ അല്ലേ ഇവിടെ? ഹൻദല റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? ഹൻദല റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന് മക്കക്കാരുമായിട്ട് നല്ല കുടുംബബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം. ഇപ്പം നിങ്ങൾ അനസ് റളിയല്ലാഹുവിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ? അനസ് റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് ഇങ്ങനെ വരുമ്പോൾ റസൂലുള്ളാഹിനെ ചോദിക്കുക, റസൂലേ ഈ ഉഹദിൽ പങ്കെടുത്തിട്ട് മരിച്ചാൽ എന്ത് കിട്ടുമെന്നാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, അനസേ സ്വർഗം കിട്ടും. സ്വർഗം കിട്ടുമെന്ന് കേട്ടപ്പോൾ ഇദ്ദേഹം വെറുതെ ഇരുന്നില്ല. അദ്ദേഹം വേഗം ഉഹദിലേക്ക് ഓടി. അവസാനം ഈ ശരീരങ്ങളെല്ലാം റസൂലുള്ളാഹി നോക്കാൻ, സ്വഹാബികൾ ഇങ്ങനെ അന്വേഷിക്കണത് ആരുടെയാണ്. ഒരാളുടെ മാത്രം തിരിച്ചറിയണില്ല. അവസാനം ഒരു പെണ്ണ് വന്നിട്ട് പറയാണ്, ഇതെൻ്റെ അനസിൻ്റെ വിരലാണ് എന്ന്. മനസ്സിലായത്? ഇതെൻ്റെ അനസിൻ്റെ വിരലാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ വിരല് കണ്ടിട്ടാണ് സഹോദരി എന്ത് ചെയ്തത്, അത് അനസാണ് എന്ന് തിരിച്ചറിഞ്ഞത്. നിങ്ങളിൻ്റെ കണ്ടു നിങ്ങൾ അല്ലേ? ഞാൻ മരിച്ചു കിടക്കുന്ന കാണാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഞാൻ അപകടം പറ്റിയിട്ട് ആകെ ചതഞ്ഞ് അരഞ്ഞിൻ്റെ മുഖം മനസ്സിലാവണില്ല, കൈയും കാലും ഒന്നും മനസ്സിലാവണില്ല, ഉടലും മനസ്സിലാവണില്ല. അങ്ങനെ ഞാൻ കിടക്കുകയാണ്. അപ്പം എൻ്റെ സഹോദരി വന്നിട്ട് പറയാണ്, ഇത് എൻ്റെ അനുജൻ്റെ വിരലാണ് എന്ന് പറഞ്ഞാൽ ബാക്കി അത്രയും മോശപ്പെട്ടിട്ട് അവരാക്കിയിട്ടുണ്ടോ? അനസ് റളിയല്ലാഹു അൻഹുവിനെ അവർ ഉഹദിൽ അങ്ങനെ കാട്ടിയത്. അത്രയും വെട്ടി വികൃതമാക്കിയിട്ട് ഒരു വിരൽ മാത്രമാണ് തിരിച്ചറിയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മുഖത്തിൻ്റെ കോല ആലോചിച്ച് നോക്കി, തലയുടെ രൂപം ആലോചിച്ച് നോക്കി, എങ്ങനെ ആക്കിയിട്ടുണ്ടാവും? ഇതേപോലെയാണ് ഹംസ റളിയല്ലാഹുവിൻ്റെ ശരീരം ഉണ്ടായിരുന്നത്. ആ ശരീരത്തിൻ്റെ അടുക്കലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് നിൽക്കാൻ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കണ്ണിലൊരു കാഴ്ച കിട്ടുന്ന അറിയോ? ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരി സൊഫിയ റളിയല്ലാഹു അൻഹ ഓടി വരികയാണ് തൻ്റെ സഹോദരനെ കാണാൻ. കാരണം ഇനി കാണാൻ കഴിയില്ല, മറമാടാൻ പോവുകയാണ്. ഇദ്ദേഹം രക്തസാക്ഷിയായി കിടക്കുകയാണ്. അപ്പോൾ സഫിയുടെ വരവ് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബൈർ എന്ന് പറയുന്ന സഫിയുടെ മകനുണ്ട്, എൻ്റെ ഉമ്മനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയണമെന്നാണ്. കാരണം നിൻ്റെ ഉമ്മക്ക് കാണാൻ പറ്റിയ രൂപത്തിലല്ല ഹംസ റളിയല്ലാഹുവിൻ്റെ ശരീരം വികൃതമാണ്. ഒരു പെണ്ണിന് കാണാൻ കഴിയില്ല. ഇത് കേട്ടപ്പോൾ സുബൈർ റളിയല്ലാഹു നേരെ ഉമ്മാൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. രണ്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് കാണാൻ പറ്റിയ രൂപത്തിലല്ല, കാണാൻ പോകരുതെന്നാണ്. സഫിയ റളിയല്ലാഹു പറഞ്ഞു, മോനെ ഞാൻ കേട്ടിട്ടുണ്ട്, ഉഹദിലേക്ക് വരുമ്പോൾ ഞാൻ അറിഞ്ഞു എൻ്റെ സഹോദരൻ മരിച്ചു എന്നും എൻ്റെ സഹോദരൻ്റെ ശരീരം അവർ വെട്ടി വികൃതമാക്കിയിരിക്കുകയാണ് എന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവസാനമായൊരു നോക്ക് കാണണം എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റിയിട്ട് ഓടണാര് സഫിയ റളിയല്ലാഹു അൻഹ. ആ സമയത്ത് സുബൈർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഉമ്മ ഇതെൻ്റെ വാക്കല്ല കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഉമ്മയോട് അങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സഫിയ റളിയല്ലാഹു അൻഹ അവിടെ നിന്നു, പിന്നെ ഓടിയില്ല. മോനോട് കൈ പിടിച്ചിട്ട് ചോദിക്കണം, പൊന്നു മോനെ സുബൈറേ, നീ നിൻ്റെ പ്രവാചകനോട് ഒരു അനുവാദം ചോദിക്കും. എന്തിനാ? ഷഹീദായി കിടക്കുന്ന, രക്തസാക്ഷിയായി കിടക്കുന്ന, സ്വർഗത്തിലേക്ക് യാത്ര പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട ഹംസയെ ഒരു നോക്ക് കാണാൻ. ഇത് നമുക്ക് എന്താ മനസ്സിലായത്? സ്വന്തം സഹോദരൻ മരിച്ചു കിടക്കുകയാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ താല്പര്യം അഥവാ ആ കാണണമെന്ന് പറയുന്ന ആ ഒരു ഇഷ്ടം പോലും അവർ മാറ്റിവെച്ചിട്ട് അവിടെ നിന്നു എന്നുള്ള നമ്മൾ ചിന്തിക്കുക, നമ്മുടെ മുൻഗാമികൾ എങ്ങനെയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾക്ക് അവർ വില കൊടുത്തു. അതാണ് സ്വഹാബത്തിൻ്റെ പ്രത്യേകത. നമ്മളാണെങ്കിലോ അത് സുന്നത്താണോ? ഫർളൊന്നല്ലല്ലോ, അത് ഹദീസാണോ? ആയത്തൊന്നല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എത്ര തള്ളിക്കളയുന്നുണ്ട്, എത്ര നമ്മൾ മാറ്റിക്കളയുന്നുണ്ട് സുന്നത്താണെന്ന് വിചാരിച്ചിട്ട്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വാക്ക് മതി സ്വഹാബത്തിന്. ഇപ്പോൾ സ്വർണ്ണമോതിരം ധരിച്ചു വന്ന ഒരാൾ കേട്ടില്ല നിങ്ങൾ? അത് ഊരിയിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിച്ചെറിഞ്ഞു. പുരുഷന്മാർക്ക് എന്താ പറ്റില്ല? സ്വർണ്ണമോതിരം ധരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഹറാമാണ് എന്ന് പഠിപ്പിച്ചു, നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചു. റസൂലുള്ളാഹി പോയപ്പോൾ ഒരാൾ പറയാണ് അത് എടുത്തോ, കുട്ടിക്ക് ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്തല്ലോ, ഇല്ല, റസൂലുള്ളാഹി വലിച്ചെറിഞ്ഞതിനെ ഞാൻ തൊടൂല. സ്വഹാബത്ത് ഖൈബറിലേക്ക് പോയി. ഖൈബർ യുദ്ധം കേട്ടിട്ടില്ല നിങ്ങൾ? ഖൈബർ കോട്ട പിടിച്ചടക്കാൻ വേണ്ടി പോയി. ദിവസങ്ങളോളം പട്ടിണിയാണ്, ഭക്ഷണമല്ല. അവസാനം ഇവർക്കൊരു നാടൻ കഴുതയെ കിട്ടി. നാടൻ കഴുതയെ കിട്ടിയപ്പോൾ അറുത്തിട്ട് അതിൻ്റെ മാംസം ഇങ്ങനെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശക്കുന്ന വയറും തിളച്ചു മറിയുന്ന മാംസവും. എങ്ങനെ ഉണ്ടാവും കോമ്പിനേഷൻ? സൂപ്പറല്ലേ? പൊളിയല്ലേ? ഇതിങ്ങനെ വെന്തിട്ട് കഴിക്കണം. അതിങ്ങനെ കാത്തിരിക്കുക 4 കുറേ ആൾക്കാർ. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, ഒരു സ്വഹാബി ഓടി വന്നിട്ട് പറയാം, നാടൻ കഴുതയുടെ മാംസം നമുക്ക് നിഷിദ്ധമാണ് എന്നാര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പടച്ചോൻ എന്താ ചെയ്യുക? നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? എന്താ പറഞ്ഞേ? കേട്ടിട്ടില്ല. എന്താണ്? കമ്പിളി പുതപ്പ് അല്ലേ? എന്നല്ലേ പറയാ? എന്താണ് പറഞ്ഞേ? കേട്ടിട്ടില്ല. ഓൻ എന്തോ പറയണോ, ഓനക്ക് എന്താ പിരാന്തോ? അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് തൽക്കാലം ഇപ്പോൾ ഒന്ന് വിശപ്പേ മാറ്റിയിട്ട് ഇപ്പോൾ നാളെ മുതൽ എന്ത് ചെയ്യാം, നന്നാവാ. നമ്മൾ ചിന്തിക്കൂലേ? ഇവിടെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് ശരിയാക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാം. ഈ സ്വഹാബികൾ എന്ത് ചെയ്യുന്നറിയോ? ഈ മാംസം ഞാനവിടെ കുട്ടികളെ കളഞ്ഞേ. അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നേരിട്ടില്ല, നമുക്ക് അനുവദിച്ച് തന്നിട്ടില്ല എന്നതുകൊണ്ട്. അപ്പം നമ്മളെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കണം. റസൂലുള്ളാഹി നമ്മോട് പറഞ്ഞ എത്രയോ ഉപദേശങ്ങളുണ്ട്. അത് സ്വഹാബത്ത് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. ഇനി അബൂദർദ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ടോ? അബൂദർദ റളിയല്ലാഹു അൻഹു പേര് കേട്ടില്ലേ? ആ അബൂദർദ റളിയല്ലാഹു അൻഹുമായിട്ട് റസൂലുള്ളാഹി ഒരു യാത്ര പോകാൻ. ആ യാത്ര പോകുന്ന സമയത്ത് ആളൊഴിഞ്ഞ വിജനമായൊരു സ്ഥലത്തെത്തി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പോൾ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ അവിടെ നിർത്തി. എന്നിട്ട് റസൂലുള്ളാഹി ഇങ്ങനെ പോണത് അബൂദർദ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി കണ്ണെന്നൊക്കെ തന്നെ മാഞ്ഞു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി പോയ ഭാഗത്തുനിന്ന് ഭീകരമായ ഘോരമായ ശബ്ദം കേട്ടു. നമ്മളെ വാപ്പ പറയാടാ ഇവിടെ നിൽക്കട്ടോ, നമ്മളമ്മ പറയാം ഇവിടെ നിൽക്ക്, ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഓര് പോയ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു ശബ്ദം കേട്ടാൽ എന്താ ഉണ്ടാകുക? നമ്മളിവിടെ പാട്ടും പാടിയിട്ട് ഇല്ലുമിനാണ്ടി പാട്ടി പാടി നിൽക്കുമോ? ഇല്ലല്ലോ. എന്താ നമ്മൾ ചെയ്യുക? അങ്ങോട്ട് ഓടും അല്ലേ? അത് സംശയമല്ല, നമ്മളങ്ങോട്ട് ഓടും. ഇദ്ദേഹത്തിൻ്റെ കാലുകൾ ഇങ്ങനെ പൊന്താണ് അങ്ങോട്ട് ഓടാൻ വേണ്ടിയിട്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ വാക്ക് ഓർമ്മ വന്നത് മഖാമക് ഹത്താ ആതീക്, നീ ഇവിടെ നിൽക്കണം, ഞാൻ തിരിച്ചു വരുന്നത് വരെ. അദ്ദേഹം അവിടെ നിൽക്കണം കുറേ സമയം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ സ്വഹാബത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുൻഗാമികൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലുത് അള്ളാഹുവും അവൻ്റെ റസൂലുമായിരുന്നു. അതുകൊണ്ടാണ് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ, റസൂലേ താങ്കൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഒരുക്കാൻ. താങ്കൾ യുദ്ധത്തിന് വരണ്ട, ബദറിൻ്റെ സന്ദർഭത്തിൽ പറയാണ്, ഞങ്ങൾ വരണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു ടെൻറ്റ് പണിത് തരും, അവിടെ ഇരുന്നാൽ മതി. മനസ്സിലാവുണ്ടോ? അത്രയും സ്നേഹമായിരുന്നു റസൂലുള്ളാഹിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എന്ന് പറയുന്നത് സ്വഹാബികൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്തായിരുന്നു. ബിലാൽ റളിയല്ലാഹു നമ്മൾ കേട്ടില്ലേ? ബിലാൽ റളിയല്ലാഹു നാട് വിട്ടുകൊണ്ട് പോയി. മാസക്കണക്കിന് വഴിദൂരമുള്ള സിറിയയിലേക്കാണ് ബിലാൽ റളിയല്ലാഹു നാട് വിട്ടു പോയത്. അദ്ദേഹം പറഞ്ഞത്, ഞാനിനി മദീനത്ത് നിൽക്കൂല എന്നാണ്. കാരണം ഇന്നലകളിൽ ഈ മദീനയിൽ എൻ്റെ പ്രവാചകൻ്റെ ശബ്ദമുണ്ടായിരുന്നു, എൻ്റെ പ്രവാചകൻ്റെ കാലൊച്ചയുണ്ടായിരുന്നു, എൻ്റെ പ്രവാചകൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ന് ആ പ്രവാചകനില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സിറിയയിലേക്ക് യാത്ര പോയി. അദ്ദേഹം പിന്നെ വന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രത്തോളം സ്നേഹം സ്വഹാബത്ത് ആരോട് കാണിച്ചിട്ടുണ്ട്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാണിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം എന്താ അറിയോ, അവരിവിടെ എന്ത് സഹിക്കേണ്ടി വന്നാലും ഒരു പ്രശ്നമല്ലായിരുന്നു. ഇപ്പം നമ്മളൊരാൾ ബ്ലേഡ് എടുത്തിട്ട് ഈ കൈ ഇങ്ങനെ മുറിക്കാണ്, നമുക്കിന്ന് സഹിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഈ ദീനിന് വേണ്ടി മതത്തിന് വേണ്ടി നമ്മളിന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ടോ? നമ്മൾ സ്വഭാവത്തിനൊക്കെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചാലും ഇന്നെന്ത് ചെയ്യില്ല, അത് പറ്റൂല. കാരണം അതിൻ്റെ സാഹചര്യമില്ല. ഉമൈർ ബിൻ ഹുമാം റളിയല്ലാഹു അൻഹു ഉണ്ട്. ഒരു യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ തിരിച്ചയച്ചു. പക്ഷെ അദ്ദേഹം പോയില്ല. അങ്ങനെ പറ്റി പിടിച്ച് ഇങ്ങനെ അതിൻ്റെ ഓരത്തു കൂടെ അങ്ങനെ വന്നു. അവസാനം അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത് ഷഹീദായി. ചെറിയ പ്രായമാണ്. നമുക്കിത് അങ്ങനെ ആഗ്രഹിച്ചാലും നമുക്കിന്ന് മരിക്കാൻ പറ്റുമോ? ഇല്ല, നമുക്കതിനുള്ള അവസരമില്ല. അതേപോലെ തന്നെ മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? സെയ്ദ് എന്ന ആ സ്വഹാബിയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എന്ത് വന്നിട്ടുണ്ട്. സെയ്ദ്. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, ഉസാമത്ത് ബിൻ സെയ്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത, ഉഹുദ് യുദ്ധം നടക്കുമ്പോൾ ഹൈറ്റ് കുറവ്, ചെറിയ ആളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ കുട്ടികളൊക്കെ തിരിച്ചയക്കുക, അവരൊന്നും വേണ്ട, യുദ്ധത്തിന് വേണ്ട എന്നിട്ട് ഇങ്ങനെ തിരിച്ചയക്കുമ്പോൾ ആ കൂട്ടത്തിൽ പെട്ടു. മറ്റൊരു വേറെ യുദ്ധം വന്നു. ഇപ്പോഴും ഈ കുട്ടി ചെറുതാണ്. റസൂലുള്ളാഹി തിരിച്ചയക്കുമോ എന്ന് പേടിച്ചിട്ടേ ഈ തള്ളവരലുണ്ടല്ലോ, തള്ളവരൽ കാലുമത്തെ, അതിലിങ്ങനെ പൊന്തിയാണെന്ന്. എന്തിനാ പൊന്തിയെന്ന്? വലിയ ആളാണെന്ന് മനസ്സിലാവാൻ. എന്നിട്ടോ യുദ്ധത്തിന് ആര് കൊണ്ടുപോകണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുപോകണം. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവർക്ക് ഈ ജീവിതത്തിൽ ഒന്നും അവർ കൊതിച്ചിട്ടില്ല, നേടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പരലോകം കിട്ടണമെന്നാണ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി അവർ ഓടി, മത്സരിച്ചു, താല്പര്യം കാണിച്ചു. മനസ്സിലാവുണ്ടോ? ഒരു സ്വഹാബിയുടെ കയ്യേ ഇങ്ങനെ മുറിഞ്ഞു. അത് മുറിഞ്ഞിട്ട് ഇങ്ങനെ അറ്റു തൂങ്ങിയിരിക്കാൻ. ഇപ്പം ഈ എല്ലെന്ന് വിട്ടാൽ ഇങ്ങനെ ആടി കളിക്കും അല്ലേ, കൈ ഇങ്ങനെ ആടി കളിക്കും. പിന്നെ നമ്മൾ പിടിച്ചെടുത്ത് കിട്ടുമോ? പിന്നെ മനസ്സിലാവണോ? അപ്പം ഞാൻ കൈ വലത്തോടു കൂടി പിടിച്ചിരിക്കുകയാണ്, നിങ്ങൾ പിടിച്ചിരിക്കുകയാണ് അല്ലേ. എന്നാലോ ഇതൊന്ന് വിട്ടുപോയാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇതിനെ പിടിച്ചു വെക്കാൻ നമുക്ക് പറ്റൂല. ഈ സ്വഹാബിയുടെ കൈ ഇങ്ങനെ ആടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഉദ്ദേശിച്ച പോലെ, ഈ സ്വഹാബി ഉദ്ദേശിക്കണ പോലെ പിടിച്ചു വെക്കാൻ പറ്റണില്ല. അപ്പോൾ അതൊന്നും പ്രശ്നമാക്കില്ല. മറ്റേ കയ്യിൽ വാളെടുത്തിട്ട് എന്ത് ചെയ്യുന്നു അറിയോ? യുദ്ധം ചെയ്യാൻ പോയി. അപ്പോൾ ഈ ഓടുമ്പോഴും ചാടുമ്പോഴും ഈ വാളെടുത്ത് പോരാടുമ്പോഴും അങ്ങോട്ട് വെട്ടുമ്പോഴും ഇങ്ങോട്ട് വെട്ടുമ്പോഴൊക്കെ ഈ കൈ ആടിക്കളിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്തറിയോ? ഈ കൈ എടുത്തിട്ട് നേരെ തുടയില വെച്ച്, ഈ ആടിക്കളിക്കണ കൈ എടുത്തിട്ട് തൊടയിൽ വെച്ച്. ഇനി കുറച്ചവിടെ നിന്ന് വിട്ടുപോകാൻ ബാക്കിയുള്ളൂ, അത് പറിച്ചു മാറ്റണം. വേദന ഉണ്ടാവില്ലേ? നമ്മളെപ്പോലെ രക്തമുള്ള, മജ്ജയുള്ള, മാംസമുള്ള പച്ച മനുഷ്യരാണ്. സംശയം നമുക്കില്ല, സ്വഭാവത്ത് മനുഷ്യരാണ്. ഈ അറ്റു തൂങ്ങിക്കിടക്കുന്ന കൈ, മുറിഞ്ഞ് ആടിക്കളിക്കുന്ന കൈയെടുത്തിട്ട് തൊടയുടെ ഭാഗത്തേക്ക് വെച്ച് ആ തൊട കൂട്ടിപ്പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അത് പറിച്ചാണ് മാറ്റി. നമുക്ക് സാധിക്കുമോ? നമുക്ക് സുബീക്ക് ബാങ്ക് വെക്കുമ്പോൾ പുതപ്പൊന്ന് പറിച്ചു മാറ്റാനുള്ള ശേഷി പോലും നമുക്കില്ല. സുബീക്ക് ബാങ്ക് വെക്കുമ്പോൾ പുതപ്പൊന്നും മാറ്റാനുള്ള ശേഷി പോലും, കഴിവ്, ശക്തി പോലും ആർക്കില്ല? നമുക്കില്ല. സ്വഹാബത്ത് അങ്ങനല്ല. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കഅബ ഉണ്ടല്ലോ, ആ കഅബയുടെ തണലിൽ ഇങ്ങനെ ചാരിയിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഖബ്ബാബ് അള്ളാഹു ചെന്നിട്ട് ചോദിക്കുക, നബിയെ, കഅബാലയത്തിൻ്റെ തണലിൽ ചാരിയിരിക്കുന്ന നബിയോട് വന്നിട്ട് ചോദിക്കുക, നബിയെ, നമ്മൾ കുറേ സഹിച്ചില്ലേ, കുറേ നമ്മൾ പീഡിപ്പിക്കപ്പെട്ടില്ലേ, ഇനി എപ്പോഴാണ് റബ്ബിൻ്റെ സഹായം വരിക എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബ്ബാബിനോട് ചോദിക്കുകയാണ്, ഖബ്ബാബേ, എളുപ്പം അങ്ങോട്ട് സ്വർഗത്ത് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ? എളുപ്പം അങ്ങോട്ട് സ്വർഗത്തേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്താന്നറിയോ? നിങ്ങളുടെ മുന്നേയുള്ള ആളുകളുണ്ട്, പ്രവാചകന്മാർ, അവരെ ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? ജനസമക്ഷത്തിൻ്റെ മുന്നിൽ, ഒരു വലിയ സഭയുടെ മുന്നിൽ അവരെ കൊണ്ടുവന്ന് ഹാജരാക്കും, അവരെ നിർത്തും.
അവരുടെ വസ്ത്രങ്ങളടിച്ച് ഈർച്ചവാളെന്ന് പറയും. ഈർച്ചവാള് ഈ തലയിൽ വെച്ചിട്ട് നെറുകിൽ വെച്ചിട്ട് താഴത്തേക്ക് വലിക്കും. അത് പണ്ട് മരം മുറിക്കണൊരു വാളുണ്ട്. രണ്ടായി പിളർന്നിട്ട് ഇവർ കടന്നു പോയിട്ടുണ്ടെന്നാണ്, മരണപ്പെട്ടു പോയിട്ടുണ്ടെന്നാണ്. അങ്ങനെ പോയ ആളുകളുടെ പോലെ പോകാതെ, ത്യാഗം സഹിക്കാതെ സ്വർഗത്ത് പോകാമെന്ന് വിചാരിക്കണുണ്ടോന്ന് ആരോട് ചോദിക്കണമെന്ന് അറിയോ? ആരോടാണ്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ആരെ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു എന്നറിയോ? നമ്മളീ പുറത്ത് മാംസമുണ്ട്, ഖബ്ബാബ് റളിയല്ലാഹു മാംസമില്ല. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ യജമാനൻ ഖബ്ബാബിനോട് പറഞ്ഞു, ഇരുമ്പിൻ്റെ കമ്പി, ഇരുമ്പിൻ്റെ ദണ്ടുകൾ ചുട്ടുപഴിപ്പിക്കണം. ഇദ്ദേഹത്തിന് എന്താണെന്നറിയാതെ പാവപ്പെട്ട ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇരുമ്പിൻ്റെ കമ്പികളും ദണ്ടുകളും എല്ലാം ചുട്ടുപഴിപ്പിക്കാൻ തുടങ്ങി. എന്തിനാണെന്നറിയില്ല, അദ്ദേഹം പാവാണ്, അടിമയായി ജീവിക്കാൻ. ചുട്ട് പഴിപ്പിച്ച കമ്പികൾ അദ്ദേഹം യജമാനെ കാണിച്ചു കൊടുത്തു. എന്തുണ്ടായത്? അദ്ദേഹത്തെ തിരിച്ചു കിടത്തി ആ ഇരുമ്പിൻ്റെ കമ്പികൾ അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് ആഞ്ഞാഞ്ഞു കുത്തി. ശബ്ദം കേൾക്കാൻ തുടങ്ങി, മാംസം കരിയുന്നതിൻ്റെ. കത്തിക്കൊണ്ടിരുന്ന വിറകുള്ളി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്തേക്ക് കുത്താൻ തുടങ്ങി. ചരിത്രത്തിൽ കാണാം, ആ വിറക് കൊള്ളികൾ കെട്ടുപോകാൻ തുടങ്ങിയിരുന്നു എന്നാണ്. അത്രയേറെ രക്തവും ജലവും നീരും ഖബ്ബാബ് റളിയല്ലാഹുവിൻ്റെ പുറം ഭാഗത്തുണ്ടായിരുന്നു. മാംസം ഇല്ല, എല്ലിൻ്റെ വെളുപ്പ് ഭാഗം കാണാൻ. അതുകൊണ്ട് ഖബ്ബാബ് റളിയല്ലാഹു ആരും കാണാതിരിക്കാനേ ഒരു തട്ടെങ്ങനെ ഇടും, ആരും കാണാൻ പാടില്ല. ഒരിക്കലും ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, നമ്മളെ ദീനിൽ ഒരുപാട് ത്യാഗം സഹിച്ച ആളുകളുണ്ട്, അവരവരുടെ കഥ ഒന്ന് പറ എന്ന് പറയുമ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നിർബന്ധിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ത്യാഗം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഉമറിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഈ തട്ടം മാറ്റി കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു മുഖം തിരിച്ചുമാണ്, കാണാൻ കഴിയാതെ. എന്നിട്ട് ഉമർ ചോദിച്ചു, ഖബ്ബാബ് എന്ത് കാഴ്ചയാണിത്, എന്താണിതെന്ന് ചോദിച്ചപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയണം, ഉമറെ, ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എൻ്റെ യജമാൻ എന്നെ പീഡിപ്പിച്ചതാണ്, നാളെ സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അടയാളമാണ് ഉമർ എന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത്രേ. അത്രത്തോളം ത്യാഗം സഹിക്കേണ്ടി വന്നവർ. നമ്മളിങ്ങനെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാലൊന്നും സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? സഹിക്കേണ്ടി വരും നമുക്കൊന്നും അതിനുള്ള സാഹചര്യമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ജബൽ അബി ഖുബൈസ് എന്ന് പറയുന്ന വലിയൊരു മരമുണ്ട് മക്കയിൽ. ആ മലയുടെ മുകളിൽ കയറ്റും, എന്നിട്ടൊരു വീപ്പയിലാക്കും. എന്നിട്ട് ആ വീപ്പെടുത്തിട്ട് താഴ്ത്ത് കുരുട്ടും. ഒരു മനുഷ്യനുണ്ട് ആ വീപ്പയിൽ. ഒരു മലയുടെ മുകളിൽ നിന്നൊരു വീപ്പയിലാക്കിയിട്ട് ഒരു മനുഷ്യനെ താഴത്തേക്ക് ഉരുട്ടുക. കല്ലും മണ്ണുമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തും. ശരീരത്തിൽ വലിയ പാറക്കല്ല് കയറ്റി വെക്കും. ചാട്ടവാറ് കൊണ്ട് ശരീരത്തിൽ തല്ലും. പലപ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു ദാഹിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഉമയ്യത്ത് എന്താ കാട്ടെന്നറിയോ? വായിലേക്ക് മുഖത്തേക്ക് തുപ്പും. ബിലാൽ പറയാണ്, ആ തുപ്പലം കൊണ്ട് ഞാൻ പലപ്പോഴും എൻ്റെ തൊണ്ട നനച്ചിട്ടുണ്ട്, മരണം വരാതിരിക്കാൻ, മരണം സംഭവിക്കാതിരിക്കാൻ. ആ തുപ്പലം കൊണ്ട് ഞാൻ എൻ്റെ തൊണ്ട നനയ്ക്കേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ്. അത്രത്തോളം ത്യാഗം സഹിക്കേണ്ടി വന്ന, പ്രയാസം സഹിക്കേണ്ടി വന്നവർ. നമുക്കറിയാം, റസൂലുള്ളാഹിൻ്റെ ജീവിതം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഷഅബ് അബി താലിബ് താഴ് വരെ റസൂലുള്ളാഹി ബഹിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ? അവിടെ റസൂലുള്ളാഹി ഉപരോധിക്കപ്പെട്ടു. ബനു ഹാഷിം കുടുംബവും ഒക്കെ ബഹിഷ്കരിക്കപ്പെട്ടിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മദ്രസയിൽ അല്ലേ? ആടുമാടുകൾ കാഷ്ടിക്കുന്ന പോലെ കാഷ്ടിച്ചു സ്വഹാബത്ത് എന്നത്. കാരണം പച്ചിലയും വെള്ളവും കുടിച്ചിട്ട്. ഒരു ദിവസം രാത്രി സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇറങ്ങി നടക്കണം, എന്തെങ്കിലും ഒന്ന് കിട്ടണം തിന്നാൻ. രാവിലെ പച്ചിലയാണ്, ഉച്ചക്ക് പ്രതീക്ഷ ഉണ്ടോ? ഇല്ല. അപ്പോഴും പച്ചിലയാണ്. രാത്രി ഉണ്ടോ? ഇപ്പോഴും ഇല്ല. ദിവസങ്ങളോളമല്ല, മാസങ്ങളോളാണ് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുകയാണ്. അവസാനം അദ്ദേഹം മൂത്രം ഒഴിച്ചൊരു ഭാഗത്ത് അപ്പോൾ ഒരു ശബ്ദം കേട്ടു. അവിടെ കൈ അമർത്തി നോക്കിയപ്പോൾ ഒരൊട്ടകത്തിൻ്റെ തോല് കിട്ടി. ഉണങ്ങിയ ഒരൊട്ടകത്തിൻ്റെ തോല് കിട്ടി. ആ ഒട്ടകത്തിൻ്റെ തോല് അദ്ദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി. തീയിലിട്ടിട്ട് അതിൻ്റെ രോമൊക്കെ കരിച്ചു കളഞ്ഞു. എന്നിട്ട് ആ തോല് മുറിച്ചിട്ട് അദ്ദേഹം വായിലിടും. അദ്ദേഹം പറയാണ്, 3 ദിവസം എൻ്റെ ഭക്ഷണം അതായിരുന്നു.
സ്വഭാവത്ത് നിന്നെന്താണ്? ഒട്ടകത്തിൻ്റെ തോല്. എവിടുന്ന് കിട്ടിയേ? മൂത്രമൊഴിക്കുന്ന ഭാഗത്തുനിന്ന്. അത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ രോമം ചുട്ട് കരിച്ചിട്ട് അത് മുറിച്ചിട്ട് തിന്നേണ്ടി വന്നവർ. നമ്മളിങ്ങ് ആഗ്രഹിച്ചാൽ നമുക്ക് ഈ ത്യാഗം ചെയ്യാൻ പറ്റുമെന്ന് ഇല്ല. അപ്പോൾ ഈ സ്വഭാവത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരുടെ ജീവിതം ഉണ്ടായിരുന്നു. സുഭിക്ഷമായ ഭക്ഷണം അവർക്ക് പലപ്പോഴും കഴിച്ചിട്ടില്ല. ജീവിതത്തിൽ എന്തൊക്കെ സൗഭാഗ്യങ്ങളുണ്ടോ അത് പലപ്പോഴും ഒഴിവാക്കേണ്ടി വന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉണ്ട്. മിസ്അബ് റളിയല്ലാഹുവിൻ്റെ പ്രത്യേകത മക്കയിലെ നല്ല സമ്പത്തിൻ്റെ ഉടമസ്ഥനായി ജീവിച്ചിരുന്ന ആളാണ്. ദിവസത്തിൽ എത്രയോ വസ്ത്രങ്ങൾ മാറ്റിയെടുത്തിരുന്ന ആളാണ്. മിസ്അബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ അത്തറിൻ്റെ സുഗന്ധം ആസ്വദിക്കാൻ തെരുവിലെ ആളുകൾ ഇങ്ങനെ നിൽക്കും. മിസ്അബിൻ്റെ മണം കിട്ടുമെന്ന് പറഞ്ഞിട്ട്. മക്കയിലെ സ്ത്രീകൾ ആഗ്രഹിക്കും മിസ്അബിൻ്റെ ഭർത്താവായി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കും. ഇദ്ദേഹം പിന്നീട് ഹിജറ പോയി. ആ ഹിജറ പോയതിനാൽ ഉമ്മ ഒഴിവാക്കി, പട്ടിണിയായി, വസ്ത്രമില്ലാതായി. അവസാനം മിസ്അബ് റളിയല്ലാഹു അൻഹു ഉഹുദിൽ മരിച്ചെടുക്കുകയാണ്. സ്വഹാബികൾ നബിയോട് വന്ന് പരാതി പറയാം, നബിയെ തല മറച്ചാൽ കാല് മറിയണില്ല. വസ്ത്രം പിടിച്ചിട്ട് തല മറക്കാൻ നോക്കിയാൽ കാല് മറിയണില്ല, കാല് മറച്ചാൽ തല മറയുന്നില്ല. വലം യൂജദു ലഹു ശൈഅൻ യതകവ്വനു ഫീഹി ഇല്ലാ നമിറ. ഞങ്ങൾ എന്താ ചെയ്യാന്നാണ് റസൂൽ പറഞ്ഞു, പുല്ലെടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കാൽഭാഗം നിങ്ങൾ കഫൻ ചെയ്തോളൂ എന്നാണ്. എത്ര സുഖത്തിൽ ജീവിച്ചു, പക്ഷെ ഒഴിവാക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ദീനിന് വേണ്ടിയിട്ട്. അപ്പം നമ്മളും പലതും ഒഴിവാക്കേണ്ടി വരും. പല കൂട്ടുകെട്ടുകളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. പല അക്കൗണ്ടുകളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ ചെന്നിരിക്കുന്ന പല സമയങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരും. എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ നമ്മളും കിടക്കേണ്ടി വരുന്നൊരു മരണമുണ്ട്. കാണേണ്ടി വരുന്ന മരണത്തിൻ്റെ ചില കാഴ്ചകളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. നമ്മളാരും ജീവിതത്തിൽ ഇന്നവരെ മലക്കളെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. പക്ഷെ ഞാനും നിങ്ങളൊക്കെ കാണും. എപ്പോഴാണെന്നറിയോ? നമ്മൾ മരിക്കുമ്പോൾ. എന്നാൽ സ്വഭാവത്ത് മരിക്കുമ്പോൾ ആലോചിച്ചൊക്കെ, ഇങ്ങനൊക്കെ ത്യാഗം ചെയ്ത ആളുകൾ ആ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മരണത്തെ കാണേണ്ടത്. പക്ഷെ സ്വഹാബികൾ പേടിച്ചിട്ടാണ് മരണത്തെ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റു. 3 കുത്താണ്. മുന്തിരിച്ച് ചാറും പാലും കൊടുത്താൽ ആ കുത്തിൻ്റെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിൻ്റെ സമയത്ത് ഒരാൾ വന്ന് ഉമറിനോട് പറയാം, ഉമറെ പേടിക്കണ്ട കേട്ടോ. ആരാ പറഞ്ഞാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറെ പേടിക്കണ്ട, കാരണം റസൂലുള്ളാഹി താങ്കളെക്കുറിച്ച് തൃപ്തിപ്പെട്ടാണ് മരിച്ചിട്ടുള്ളത്, താങ്കൾക്ക് സ്വർഗ്ഗമുണ്ട്, പേടിയൊന്നും വേണ്ടതാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുക, നിങ്ങൾ ആരെയും പറ്റിക്കണേ? എപ്പോൾ? മരിക്കാൻ കിടക്കും. അദ്ദേഹം പറയാം, വല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലൗ അന്നലി മിൽ അൽ അർളി ദഹബ, എനിക്ക് ഈ ഭൂലോകം നിറയെ സ്വർണ്ണുണ്ട് വിചാരിക്കാം, ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാ ഖബല മൻ അറാ, അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ കൊടുക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ എനിക്ക് ഞാൻ എൻ്റെ കണ്ണിൽ കാണുന്നതിൻ്റെ മുന്നേ, എനിക്ക് ഉറപ്പാണ് പരലോകത്ത് അള്ളാഹു ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് കാണുന്നതിൻ്റെ മുന്നേ എൻ്റെ കയ്യിൽ എന്താ ഉള്ളത് ഞാൻ എടുത്തു കൊടുക്കുന്നതാണ്. അവർ മരണത്തെ അങ്ങനെയാണ് അവർ മുഖാമുഖം കണ്ടത്. ഇങ്ങനെ പൂർവികരിൽ മരിക്കുമ്പോൾ വേറെ പ്രയാസപ്പെട്ട ആളുകളുണ്ട്. സുഫിയാൻ സൗരി റഹിമുള്ള മരിക്കാൻ കിടക്കാൻ, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ഹമ്മാദ് ഇബ്നു സലമ എന്ന് പറയുന്നൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, താങ്കളൊക്കെ സന്തോഷിച്ചോളൂ, ജീവിതത്തിൽ ഏതൊരു റബ്ബിനെയാണോ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ചത് ആ റബ്ബിങ്കിലേക്കാണ് താങ്കളുടെ യാത്ര എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യാണ്? ആശ്വസിപ്പിക്കാണ്, സമാധാനിപ്പിക്കാണ്. ആ സമയത്ത് ഹമ്മാദ് ഇബ്നു സലമ എന്ന് പറയുന്ന ഈ വ്യക്തിയോട് സുഫിയാനു സൗരി റഹിമുള്ള ചോദിക്കാണ്, അസ്അലുക ബില്ലാഹി യാ ഹമ്മാദ്, ഹമ്മാദേ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, അതളുന്നു അന്ന മിസ്ലി യൻജുവ മിനന്നാർ, എന്നെപ്പോലെയുള്ള ആളുകൾ നരകത്തുനിന്ന് രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. എന്നെപ്പോലുള്ള ആൾക്കാർ നരകത്തുനിന്ന് രക്ഷപ്പെടുമോ, നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ എന്ന് നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. കാരണം നമ്മുടെ കയ്യിലൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ ചോദിക്കുകയാണ്, ആരാ ഇന്ന് ഒരു ജനാസയെ അനുഗമിച്ചത്? ആരാണൊരു പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുത്തത്? ഇങ്ങനെ 4 കാര്യങ്ങൾ റസൂലുള്ളാഹി എണ്ണി ചോദിച്ചു.
ആ 4 കാര്യങ്ങളുടെയും മുന്നിൽ ആരുണ്ടായിരുന്നു അറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. ഒരിക്കലും ഉമർ തന്നെ പറയണം, ഞാൻ ഇന്ന് അബൂബക്കറിനെ തോൽപ്പിക്കണം എന്ന് വിചാരിച്ചു. അദ്ദേഹം സമ്പത്ത് ഇങ്ങനെ ദാനം ചെയ്യാണ്, പക്ഷെ ഇന്ന് ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുൻകടക്കും എന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കൂടിയതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ടുവന്ന് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ഞാൻ അന്ന് അബൂബക്കറിനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു സമ്പത്ത് കൊണ്ടുവന്ന് കൊടുത്തു. റസൂൽ അബൂബക്കറിനോട് ചോദിക്കണം, അബൂബക്കർ എന്താ ബാക്കിയുള്ളത്? വീട്ടിലൊന്നുമില്ല, എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് എന്താണ്? എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഉണ്ട്. അപ്പോൾ ആരന്ന് ചോദിച്ച്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയണം, ഇല്ല, എനിക്ക് അബൂബക്കറിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ നന്മയുടെ വിഷയത്തിൽ അവർ മുൻകടന്ന ആളുകളായിരുന്നു, മത്സരിച്ച ആളുകളായിരുന്നു. നമ്മുടെ മത്സരം എന്തിനാ? ഒരാളൊരു പാൻറ് എടുത്താൽ അതേപോലെ എനിക്കും വേണം. അവന് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, അതുപോലെ എനിക്കും ഇത്ര ഇൻസ്റ്റാഗ്രാമിൽ എന്ത് വേണം? ഫോളോവേഴ്സ് വേണം, അല്ലേ? ഇത്ര ലൈക്കും എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്, അതേപോലെ ലൈക്കും എനിക്കും എൻ്റെ DP കിട്ടണം, അല്ലേ? എൻ്റെ പോസ്റ്റിന് കിട്ടണം, എൻ്റെ വീഡിയോസിന് കിട്ടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ മത്സരം സ്വഹാബത്ത് മത്സരിച്ചതുപോലെ ആ സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ എങ്ങനെ പേടിച്ചു അതേപോലെ നമ്മൾ പേടിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി കരയാണ്. നമ്മൾ എന്തിനൊക്കെ കരഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ചിലപ്പോൾ കുടുംബത്തിലാരെങ്കിലും മരിച്ചപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരുടെയും മരണം കണ്ടിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും, കരയുന്നത് കണ്ടിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ വല്ല സീരിയസോ പിന്നെ അതല്ലെങ്കിൽ വല്ല വ്ളോഗോ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉമ്മാട് 4 കിട്ടിയിട്ടും കരഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ഇങ്ങനെ പലതിനും വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. ഒരിക്കലും ഉമർ റളിയല്ലാഹു അൻഹു രാത്രി കരയാം. ആൾ ചോദിക്കുക, എന്തിനാ ഉമറെ കരയണേ? അപ്പോൾ പറയും, ഞാൻ റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് ആലോചിച്ചതാണ്. എന്താ ഹദീസ്? സ്വർഗത്തിലൊരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടം കിട്ടലാണ് ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമം. അതെനിക്ക് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ കരയണത് എന്ന്. നമ്മളാലോചിക്കുക, നമുക്ക് ഇതേപോലെ നമ്മുടെ നരകം വിഷയമായിട്ടുണ്ടോ? സ്വർഗം വിഷയമായിട്ടുണ്ടോ? പരലോകം വിഷയമായിട്ടുണ്ടോ? ചെന്നുപോയി കിടക്കാനുള്ള ഖബർ നമുക്കൊരു വിഷയമായിട്ടുണ്ടോ? നമ്മുടെ മുൻഗാമികൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നത് ഈ നരകവും സ്വർഗവും പരലോകത്തെ കാര്യങ്ങളുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കണം. ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ നാട്ടിൽ കിട്ടും. സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കണം. അത് കേൾക്കുമ്പോൾ അവരെങ്ങനെ ജീവിച്ചു, നമ്മൾ എത്ര സൗകര്യത്തിലാണ്, സുഖത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സ്വഹാബി വനിതകൾ ആയത്തിറങ്ങി എന്നറിയോ? നിങ്ങളുടെ വസ്ത്രം മാരടത്തിലൂടെ താഴ്ത്തിയിടണമെന്ന്. അപ്പോൾ വസ്ത്രം മാരടത്തിലൂടെ താഴ്ത്തിയിടാനില്ല, അടിഭാഗത്ത് കുറച്ച് ഭാഗം ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ആ വസ്ത്രം എടുത്തിട്ട് ശക്കക്കിനാന്നാണ്, അത് മുറിച്ചിട്ട് ഇതിലൂടെ കൂട്ടിച്ചേർത്തിട്ട് ആ വസ്ത്രം എന്താക്കി അത് താഴത്തേക്ക് ഇട്ടു എന്നുള്ളതാണ്. ആയത്തിന് അവരങ്ങനെ ജീവിതമാക്കി. അപ്പോൾ പ്രവാചകൻ്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് സ്വഹാബത്തിൻ്റെ ജീവിതം നമ്മൾ വായിക്കുമ്പോൾ നമുക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യങ്ങൾ, നമ്മളെന്ത് അവരെന്ത് എന്ന് നമുക്ക് തോന്നും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറഞ്ഞത്, ഞാൻ തൃപ്തിപ്പെട്ടവരാണ്, അവരെന്നെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് അവരുടെ ഓരോരുത്തരുടെയും പേര് നമ്മൾ കേൾക്കുമ്പോൾ എന്ത് പറയണത്? റളിയല്ലാഹു അൻഹു എന്ന് പറയണത്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ. അത്രയും മഹാന്മാരാണ്, മഹത്തുക്കളാണ്. അള്ളാഹുവിൻ്റെ ഉന്നതമായ സ്ഥാനം നാളെ സ്വർഗത്തിൽ കിട്ടുന്നവരാണ്. അവരുടെ കൂടെ ഉൾപ്പെടാൻ നമ്മളും പരിശ്രമിക്കുക, നമ്മളും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വായിക്കണം, പഠിക്കണം. സ്വഹാബത്തിൻ്റെ ചരിത്രം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പഠിക്കാനും വായിക്കാനും ശ്രമിക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.